കർത്താവിന് മുഹൂർത്തവും വിവിധ ഇടങ്ങളിലായി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ ഇടയിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1ഉം 2ഉം അധ്യായങ്ങൾ പഠിപ്പിക്കുമ്പോൾ വ്യത്യസ്തമായ ചില പഠിപ്പിക്കലുകൾ പല ആളുകളും സൂക്ഷിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിലൊരു പാഠഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1ആം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാന അനന്തരം സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ഞാൻ പിതാവിനോട് ചോദിച്ച വാഗ്ദത്തം പ്രാപിക്കുമ്പോഴും നിങ്ങൾ യെരൂശലേമിൽ തന്നെ കാത്തിരിക്കുവിൻ എന്ന് കൽപ്പിച്ചതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയായിലും ഭൂമിയുടെ അറ്റത്തോടും എന്റെ സാക്ഷികളാകും എന്നും പറഞ്ഞു. കർത്താവ് പറഞ്ഞത് ശിഷ്യന്മാരോടാണ്, 12 ശിഷ്യന്മാരോടാണ് ഈ കാര്യം പറഞ്ഞത്. എന്നാൽ ഈ 12 ശിഷ്യന്മാർ ഇത് കേൾക്കുകയും അവര് കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം സന്തോഷത്തോടെ മടങ്ങി യെരൂശലേമിലേക്ക് പോരുകയും ചെയ്തു. 1ആം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുന്നത് 120 പേരുള്ള ഒരു സംഘം. ആ സംഘത്തിൽ യേശുവിന്റെ അമ്മയായ മറിയയും കർത്താവിനെ അനുഗമിച്ച വിശുദ്ധ സ്ത്രീകളും മറ്റ് ഇതരായ സഹോദരന്മാരും കർത്താവിന്റെ ശിഷ്യന്മാരായ 12 ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ഇവര് ഒരുമിച്ചാണ് യെരൂശലേമിലെ മാളികമുറി, മർക്കോസിന്റെ മാളികമുറി എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ അതേക്കുറിച്ച് ഒരു സ്ഥാപിതമായിരിക്കുന്ന തർക്കത്തിൽ ഞാനില്ല. കാരണം അത് മർക്കോസിന്റെ മാളികമുറിയാണോ മറ്റാരുടെയെങ്കിലും മുറിയാണോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഇനി അതേക്കുറിച്ച് ഒരു തർക്കം പറഞ്ഞാൽ അതിന്റെ അറ്റത്ത് പിടിച്ച് ഒരു കോലാഹലം ഉണ്ടാകണമല്ലോ എന്ന് വെച്ചാണ് ഞാനത് പറഞ്ഞത്. അവർ ഈ മാളികമുറിയിൽ കൂടിയിരിക്കുകയാണ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ദിവസം മുതൽ പരിശുദ്ധാത്മാവിന്റെ ആഗമന ദിവസം വരെയുള്ള ദിവസങ്ങളാണ് അവർ അവിടെ കാത്തിരുന്നത്. ആ കാത്തിരിപ്പിന്റെ നാളുകൾ 10 ദിവസമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം മുതൽ പരിശുദ്ധാത്മ ആഗമനം വരെ ആ 10 ദിവസങ്ങളിൽ അവർ കാത്തിരുന്നു. ഈ 10 ദിവസവും നമ്മൾ ആ പ്രവൃത്തികളുടെ പുസ്തകം 1ആം അധ്യായം വായിച്ചാൽ അവിടുത്തെ സാഹചര്യം കൊണ്ട് മനസ്സിലാക്കുന്നത് ഈ 120 പേരും അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. ഈ 120 പേരിൽ 12 ശിഷ്യന്മാർ കഴിഞ്ഞാൽ ശേഷമുള്ള യേശുവിന്റെ അമ്മ മറിയ, കർത്താവിനെ അനുഗമിച്ച വിശുദ്ധ സ്ത്രീകൾ, കർത്താവിനെ പിൻപറ്റിയ മറ്റു ചിലർ, എല്ലാവരുടെയും പേരുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അവർ 120 പേര് ഒന്നിച്ചാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ തന്നെ 15ആം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ആ കാലത്ത് 120 പേരുള്ള ഒരു സംഘം അവിടെ മാളികമുറിയിൽ കാത്തിരുന്നതായിരുന്നു. ഈ സംഘത്തിന്റെ മേലാണ് സ്വർഗത്തിന്റെ കിളിവാൽ തുറന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും പരിശുദ്ധാത്മാവിനാൽ അവർ നിറയപ്പെടുകയും അവർ ഇരുന്നിരുന്ന മുറി മുഴുവൻ നിറയ്ക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൽ അവർ സ്നാനമേൽക്കപ്പെടുകയും ചെയ്തു. ഞാൻ എന്തിനത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1ആം അധ്യായത്തിലെ യെരൂശലേമിലെ ശിഷ്യന്മാരുടെയും കൂട്ടരുടെയും പരിശുദ്ധാത്മാഗമനത്തിലൂടെയുള്ള കാത്തിരിപ്പിൽ ആ കാത്തിരിപ്പിന്റെ 10ആം ദിവസം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നപ്പോൾ അത് 12 ശിഷ്യന്മാരുടെ മേൽ മാത്രമായിരുന്നു വന്നതെന്നും ആ 12 ശിഷ്യന്മാർ മാത്രമേ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുമുള്ള വിചിത്രമായിരുന്ന ചില പഠിപ്പിക്കലുകൾ ഈ നാളുകളിൽ ഞാൻ പറയുന്നുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ തരിക എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അല്ല ആരെയും കണ്ണിക്കാൻ വേണ്ടിയൊന്നുമല്ല. 120 പേരുള്ള ആ സംഘം കാത്തിരുന്നു. 120 പേരുള്ള സംഘത്തിൽ 12 ശിഷ്യന്മാരെ മാത്രമായി വേർതിരിച്ചിട്ട് ബാക്കിയുള്ള ആളുകളെ 108 പേരെ വേറെ മാറ്റി അവിടെ എവിടെയെങ്കിലും പാർപ്പിച്ചിരുന്നതായി 1ആം അധ്യായത്തിൽ രേഖപ്പെടുന്നില്ല. ആ 120 പേരുള്ള സംഘമാണ് കാത്തിരിക്കുന്നത്. 120 പേരുടെ സംഘത്തിന്മേലാണ് പരിശുദ്ധാത്മാവ് വരുന്നത്.
120 പേരുള്ള സംഘത്തെയാണ് പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തിയത്. 120 പേരുടെ സംഘം ചേർന്നാണ് ആദ്യത്തെ സഭാ മുടിവരവ് ജന്മം കൊള്ളുന്നത്. അന്ന് തന്നെയാണ് പത്രോസ് എഴുന്നേറ്റത് പ്രസംഗിച്ച് 3000 പേർ അവരോട് ചേർന്ന് പറയുന്നത്. അത് കേവലം ഈ 12 പേരോട് മാത്രമല്ല, 120 പേരുള്ള സംഘത്തോടെയാണ്. വാസ്തവത്തിൽ അങ്ങനെയാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ഈ കാലഘട്ടം മുഴുവൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ വളരെ വിനയത്തോടെ ഓർപ്പിക്കട്ടെ, മറ്റൊരാൾക്ക് അവരുടെ ചിന്തയനുസരിച്ച് വിശ്വസിക്കാനും പഠിപ്പിക്കാനും ഉപദേശിക്കാനുള്ള സർവ്വസ്വാതന്ത്ര്യം ഉള്ള ഒരു ക്രൈസ്തവ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഈ പറയുന്നതിന് വ്യത്യസ്തമായി മറ്റൊരാൾ അല്ല 12 പേരുടെ മേൽ മാത്രമാണ് പരിശുദ്ധാത്മാവ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിർക്കേണ്ട ആവശ്യം നമുക്കില്ല. അവരുടെ കാഴ്ചപ്പാട് അങ്ങനെ ആയിരിക്കും. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് 120 പേരുള്ള സംഘത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നുവെന്നും അവരെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തിയെന്നും ആദ്യ ദിവസം അന്ന് സഭ ഉദ്ഭൂതമായി എന്നുമാണ്. അതുകൊണ്ട് പത്രോസ് 11 പേരോടുകൂടി എഴുന്നേറ്റ് നിന്ന് അവരോട് സംസാരിച്ചത്. അപ്പോൾ 11 പേർ അവർ പറയുന്നത് യെരുശലേമിൽ പെന്തക്കോസ്ത് ഉത്സവ ആചരണത്തിന് വേണ്ടി 14 ദേശങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നുമായി കൂടി വന്ന ആളുകൾ, അവര് കൂടി വന്ന ആ ജനതയാണ്. ആ ജനതയോടാണ് അവർ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ പറയപ്പെട്ട 120 പേർ ആളുകളും അവിടെയുണ്ട്. അവരൊന്നിച്ചെന്ന് അവർക്കാണ് ഈ ആത്മപകർച്ചയുടെ അനുഭവം ഉണ്ടായത്. അവരാണ് വാസ്തവത്തിൽ ഇവിടെ ഈ സഭയുടെ ജന്മ ദിവസം ആ ജന്മത്തിന് കാരണമായി തീർന്നത്. അവരാണ് ഒന്നിച്ച് ഈ മഹാപുരുഷാരത്തെ അഭിമുഖീകരിക്കുന്നത്. അതിലെ മുഖ്യ പ്രഭാഷകൻ പത്രോസ് ആകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നിലയിലൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമായി വന്നത് അല്ല 12 പേരുടെ പേരിൽ മാത്രമാണ് പരിശുദ്ധാത്മാവ് വന്നത്, 12 പേരെ മാത്രമാണ് സ്നാനപ്പെടുത്തിയത് എന്നുള്ള ഒരു നിലയിലുള്ള ഒരാശയം റീസൺലി കാണുവാനിടയായിത്തീർന്നു. അതിന്റെ വെളിച്ചത്തിൽ ഞാനൊരു ക്ലാരിഫിക്കേഷൻ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ആരെങ്കിലും അതങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ തർക്കത്തിനൊന്നും ഞാൻ തയ്യാറല്ല. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നതില്ല. അതുകൊണ്ട് ഈ കാര്യം ഞാൻ വളരെ വ്യക്തതയോടുകൂടെ ഈ സമയത്ത് പ്രസ്താവിക്കുന്നത്. 2-ാം അധ്യായത്തിലാണ് ഈ ആത്മസ്നാനം നടക്കുന്നത്. 1-ാം അധ്യായത്തിലാണ് ഈ സംഘം കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ആത്മസ്നാനം നടക്കുമ്പോൾ ഉണ്ടായ 120 പേരാണ് ചരിത്രത്തിലെ ദൈവസഭയുടെ അടിസ്ഥാന മെമ്പേഴ്സ്, അംഗങ്ങൾ എന്നുള്ള കാര്യം എനിക്ക് ലഭിച്ച തിരിച്ചറിവോടുകൂടെ ഞാൻ ഇവിടെ പ്രസ്താവിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.